നിയമം മൂലം നിരോധിച്ച സിഗരറ്റ് വിൽപ്പന രാജ്യത്ത് വ്യാപകമാകുന്നു. പരിശോധന ഇല്ലാതായതോടെ സ്റ്റേഷനറി കടകളിൽ വരെ ഇത് ലഭിക്കുന്ന അവസ്ഥയായി. ഉപയോക്താക്കളിലേറെയും കൗമാരക്കാരാണ്. 2019 പ്രത്യേക ഓർഡിനൻസിലൂടെ കേന്ദ്ര സർക്കാർ സിഗരറ്റിൻ്റെ നിർമ്മാണവും വ്യാപാരവും അതിൻ്റെ പരസ്യവുമൊക്കെ നിരോധിച്ചിരുന്നു. ലംഘിച്ചാൽ 1 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും ചേർന്നതോ ആയിരിക്കും ശിക്ഷ. വ്യക്തികൾ കൈവശം വയ്ക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ 6 മാസം വരെ തടവും 1/2 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കുമായിരുന്നു. എന്നാൽ പരിശോധനകളോ നടപടികളോ ഇല്ലാതായപ്പോൾ സിഗരറ്റിൻ്റെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി. നേരത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകളിൽ മാത്രമായി രഹസ്യമായി നടന്നു വന്നിരുന്ന സിഗരറ്റ് വിൽപ്പന ഇപ്പോൾ എല്ലായിടത്തേക്കും വ്യാപിച്ചു. നാട്ടിൻ പ്രദേശങ്ങളിൽ വരെ ഇത് കിട്ടുന്ന അവസ്ഥയായി. മുമ്പ് സിനിമാ പ്രവർത്തകരായിരുന്നു കൂടുതലായി ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നാട്ടിൻ പുറത്തെ കുട്ടികളുടെ പക്കൽ വരെ ഇപ്പോഴിതുണ്ട്. മോഡൽ അനുസരിച്ച് 800 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഒരെണ്ണത്തിൻ്റെ വില. സിഗരറ്റിൻ്റെയോ സിഗാറിൻ്റെയോ ആകൃതിയിലുള്ളതും പുകയില കത്തിക്കാതെ വലിയുടെ അനുഭൂതി നൽകുന്നതുമായ ഉപകരണമാണ് സിഗരറ്റ് അഥവാ ഇലക്ട്രോണിക് സിഗരറ്റ്. ഇതിൽ സെൻസർ, മൈക്രോ പ്രോസസ്സർ, ബാറ്ററി എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ട്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബാഷ്പീകരണമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. പുകയ്ക്ക് പകരം നീരാവി എന്ന് വിളിക്കുന്ന എയറോസോളാണ് ഉപയോക്താവ് ശ്വസിക്കുന്നത്. സാധാരണ പുകയിലയ്ക്ക് പകരം ദ്രവരൂപത്തിലുള്ള നിക്കോട്ടിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പ്രോപ്പിലിൻ, ഗ്ലിസറിൻ, ഗ്ലൈക്കോൾ തുടങ്ങിയ രാസപദാർത്ഥങ്ങളും രുചിയുള്ള വസ്തുക്കളും ചേരുവയായി ചേർക്കുന്നു. ഇത് ദോഷകരമല്ലെന്നാണ് പൊതുവെ കരുതപ്പെടുന്നതെങ്കിലും യാഥാർത്ഥ്യം അതല്ല. പുകവലിയുടെ ദൂഷ്യവശങ്ങൾ ഇതിനുമുണ്ടാകും. സിഗരറ്റ് പോലെയുള്ള വേപ്പിംഗ് വസ്തുക്കളുടെ ഉപയോഗം അത്യന്തം അപകടകരമാണെന്ന് ലോകാരോഗ്യ സംഘടന വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധിച്ച മറ്റ് പുകയിലകളും പാൻപരാഗും ഗുഡ്കയുമൊക്കെ കൊച്ചു മുറുക്കാൻ കടകളിൽ വരെ സുലഭമായി ലഭിക്കുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരങ്ങളിൽ ഇതിൻ്റെ വിൽപ്പനകൾ തകൃതിയായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു സ്കൂളിൻ്റെ പരിസരത്ത് വിദ്യാർത്ഥികൾ കൂട്ടമായി ഇരുന്ന് പുകവലിക്കുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു. ഒട്ടേറെ പേരാണ് അതിന് പ്രതികരണവുമായി രംഗത്ത് വന്നത്. കച്ചവട സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നതിൽ പോലീസും എക്സൈസും അലംഭാവം നടിക്കുന്നതാണ് വിൽപ്പന കൂടുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല.